ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള വിവരമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാ ആളുകളും മാംസം ഉപയോഗിക്കുന്നവരാണ്. എല്ലാ ആളെന്ന് പറയുമ്പോൾ അപൂർവം ചില ആളുകൾ ഉപയോഗിക്കുന്നില്ല, എന്നാൽ ഒട്ടുമുക്കാലും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പന്നിയിറച്ചിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മാംസം. പിന്നീട് മറ്റ് കന്നുകാലി ഇറച്ചിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തവുമായിട്ട് അമേരിക്കയിലുള്ള 2 കമ്പനികളും ഇസ്രായേലിലുള്ള കമ്പനിയും മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവർ കൃത്രിമമായിട്ട് മാംസം നിർമ്മിച്ചിട്ടുണ്ട്. അത് ഗുണത്തിലും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് പോഷകങ്ങളിലും യാതൊരു വ്യത്യാസവും ഇല്ല. മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അതേ മാംസത്തിൻ്റെ ഗുണനിലവാരത്തിലാണ് ഇപ്പോൾ അവർ കൃത്രിമമായിട്ട് മാംസം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മൃഗങ്ങളെ വളർത്തുന്നതിനുള്ള കഷ്ടപ്പാടില്ല. രോഗം ബാധിച്ച മൃഗങ്ങളാണെങ്കിൽ അതിൽ നിന്ന് പടരുന്ന രോഗങ്ങൾ നമുക്ക് ബാധിക്കില്ല. മറ്റൊന്ന്, മൃഗങ്ങളെ കൊല്ലുന്നുകൊണ്ടുള്ള ആ പ്രശ്നം ഒഴിവാക്കി എടുക്കാൻ കഴിയും. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് ഇതിന് വളരെയധികം പ്രചാരം ഏറി വരികയാണ് ചെയ്യുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ളൊരു പരീക്ഷണം ഈ അടുത്ത കാലത്ത് 2020 ഇസ്രായേലിലുള്ള ആൽഫ കമ്പനിയും അതുപോലെ തന്നെ റഷ്യൻ ബഹിരാകാശ കമ്പനികളുമായിട്ട് യോജിച്ചുകൊണ്ട് 2020 അവർ ബഹിരാകാശ നിലയത്തിൽ ഇങ്ങനെ കൃത്രിമമായിട്ടുള്ള മാംസം നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം നടത്തുകയുണ്ടായി. എന്നാൽ അതിനു മുമ്പ് തന്നെ ഭൂമിയിൽ തന്നെ അതിൻ്റെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അതിനുള്ള നിയമസാധ്യതകളും പഠനങ്ങളും നടന്നു വരികയാണ്. താമസിയാതെ നമുക്ക് ഇന്ത്യയിൽ അത് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ കൃത്രിമ ഇറച്ചി നമുക്ക് ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ദോഷവും ചെയ്യുന്നില്ല. മറ്റിറച്ചി പോലെ തന്നെ സുരക്ഷിതമാണ് എന്നാണ്, അതിനേക്കാൾ അല്പം കൂടെ സുരക്ഷിതമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ കൃത്രിമ ഇറച്ചി നമുക്ക് കഴിക്കുമ്പോൾ സാധാരണ ഇറച്ചിയായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ടേസ്റ്റ് മാറ്റമോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫീലിംഗ് വരുമോ ഒന്നുമില്ല. ഈക്വലാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കൃത്രിമ ഇറച്ചി ലാബുകളിലാണ് നിർമ്മിക്കുന്നത്. വെറുതെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അതിന് സങ്കീർണമായിട്ടുള്ള ലാബ് സൗകര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്ന ചില സെല്ലുകളുണ്ട്. ബ്ലഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളിൽ എടുക്കുന്ന സെല്ലുകൾ ഒരു പ്രത്യേക മിശ്രിതത്തിലേക്ക് അവർ അത് ഇഞ്ചക്റ്റ് ചെയ്ത് അവിടെ അത് സ്വാഭാവികമായിട്ട് വളരാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണ്ടിയിട്ട് എന്താണ് അവർ സാധാരണ ചെയ്യുന്നത്? അമീനോ ആസിഡ്, ഗ്ലൂക്കോസ്, അതോടൊപ്പം തന്നെ വിറ്റമിൻസ്, മിനറൽസ്, ഫാറ്റി ആസിഡ് മുതലായ ഹോർമോൺസ്, ഇങ്ങനെയുള്ള ഉപ്പ്, ഇങ്ങനെയുള്ള ചില പ്രത്യേക ഘടകങ്ങളെ ഒരു പ്രത്യേക കോമ്പിനേഷനിൽ കൂട്ടി യോജിപ്പിച്ച് അതിലേക്ക് ഈ മൃഗങ്ങളിൽ നിന്നെടുക്കുന്ന ഈ ജീവനുള്ള സെല്ലുകളെ അങ്ങോട്ട് ഇഞ്ചക്റ്റ് ചെയ്തിട്ട് അത് പിന്നെ വളരാൻ ഇടയാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മിശ്രിതത്തിൽ കിടന്ന് ഇത് വളർച്ച പ്രാപിക്കും, പെട്ടെന്ന് വളർന്നു വരുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വന്നിട്ട് തയ്യാറാക്കിയെടുക്കുന്ന മീറ്റ് ഗുണത്തിലും അതുപോലെ തന്നെ പോഷക മൂല്യങ്ങളിലും നിലവാരങ്ങളിലെല്ലാം മറ്റതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്നതാണ്. ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുന്ന ഇറച്ചി ആകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രയോജനം എന്ന് പറയുമ്പോൾ, നമുക്ക് മൃഗങ്ങളെ കൊല്ലണ്ട, മൃഗങ്ങളെ വളർത്താനുള്ള കഷ്ടപ്പാടുകളില്ല. തന്നെയല്ല, രോഗം പിടിച്ച മൃഗമാണെന്നുള്ള പേടിയോ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ഈ വിധത്തിൽ ഒട്ടനവധി ഗുണങ്ങൾ ഉണ്ട് കൃത്രിമ ഇറച്ചിക്ക്. അപ്പോൾ അത് ഏതായാലും ശാസ്ത്രം വളരെയധികം പുരോഗതി പ്രാപിച്ചു വരികയാണ്. അത് മുഖാന്തരം നമുക്ക് ഈ വിധത്തിലുള്ള ഒട്ടനവധി പ്രയോജനങ്ങളും ലഭ്യമായിരിക്കും. അപ്പോൾ ഏതായാലും താമസിയാതെ നമുക്ക് ഇന്ത്യയിൽ അത് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ അതിൻ്റെ നിരീക്ഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ശാസ്ത്രം വളരെയധികം പുരോഗതി പ്രാപിച്ചത് തീർച്ചയായിട്ടും നമുക്ക് അത് പ്രയോജനപ്പെടുത്താൻ തക്കണം. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റു ചില വിവരങ്ങളും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വീഡിയോയിൽ വിജ്ഞാനപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.